എൻ്റെ വിനീതമായ നമസ്കാരം. കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ടൗൺ ഹാൾ സർക്കുലർ ഹാളിൽ 11/7/2026 അക്ഷരമുദ്രയും ആദരവും ഉദ്ഘാടന കർമ്മം യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് സാർ നിർവഹിക്കുന്നതാണ്. എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എൻ്റെ പേര് ഗീതാ രാജേന്ദ്രൻ, ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി. ഗിരിജ നായർ ആലപ്പുഴ, എഴുത്തുകാരി, കലാനിധി അംഗം. പ്രവീൺ ഏണിക്കര, കലാനിധി അംഗം, മീഡിയ ക്യാമറാമാൻ. സനീഷ് അച്ചത്, കവി, ഗാനരചയിതാവ്, കലാനിധി അംഗം എന്നിവരാണ് എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സനീഷ് ആച്ചത്ത് 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 എന്തോ കലാനിധി കലാ സാംസ്കാരിക ട്രസ്റ്റാണ്. സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും കലാ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദരവും ഞാൻ ദൂരദർശൻ സ്റ്റാഫായിരുന്നു, മാധ്യമ അവാർഡും ചെയ്യാറുണ്ട്. 11 നാളെ നടക്കുന്ന പി ജയചന്ദ്രൻ സ്മൃതി സംഗീതാർച്ചന ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സംഗീതജ്ഞന്മാരായ വിജയയുടെ മകനായ മഞ്ജുനാഥ് വിജയാണ്. മുഖ്യാതിഥിയായി പ്രഭാവർമ്മ സാറാണ് മുഖ്യാതിഥി. മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ സാറിൻ്റെ സ്മൃതി പുരസ്കാര സമർപ്പണവും മാധ്യമ അവാർഡും മന്ത്രി ജനീഷ് സാർ നിർവഹിക്കുന്നതാണ്. ഡോക്ടർ മാത്യു കുഴനാടൻ സാറിനാണ് കർമ്മശ്രേഷ്ഠ പുരസ്കാരം. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ സ്മൃതി സാഹിത്യശ്രേഷ്ഠ പുരസ്കാരം പ്രഭാവർമ്മ. ഗിരിജ നായർ അമ്പലപ്പുഴ, എഴുത്തുകാരി, ലേഖിക. ഹേമ പ്രദീപ്, പ്രശാന്ത് പഴയിടം, ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, ഉണ്ണി ബാസുരി, ഗുരുവായൂർ, ഡോക്ടർ അഞ്ജൽ കൃഷ്ണയ്യർ. ആശാ ഭോസ്ലെ പുരസ്കാരം കലാനിധി സംഗീത ശ്രേഷ്ഠ പുരസ്കാരം സംഗീത സരസ്വതി സൂര്യഗായത്രി, ക്ലാസിക്കൽ ഭജൻ ഗായിക. പി ജയചന്ദ്രൻ സ്മൃതി സംഗീത ശ്രേഷ്ഠ പുരസ്കാരം മഞ്ജുനാഥ് വി ജയ്, ശ്രുതി രാജേശ്വരി, MR നന്ദനേയസ് കലാപ്രതിഭ, ദിനേശ് കണ്ണൻ സിനിമ പിന്നണി ഗായകൻ, ആലാപ് AJ കലാനിധി പ്രതിഭ എന്നിവർക്കാണ് പി ജയചന്ദ്രൻ സ്മൃതി പുരസ്കാരം നൽകി ആദരിക്കുന്നത്. മൃണാളിനി സാരാഭായി ഇന്റർനാഷണൽ ഡാൻസ് ആൻഡ് ഫെസ്റ്റ് 12ാം തീയതിയാണ് ടൗൺ ഹാളിൽ അരങ്ങേറുന്നത്. മൃണാളിനി സാരാഭായി നൃത്തഭൂഷൺ പുരസ്കാരം കലാമണ്ഡലം സംഗീത പ്രസാദിനാണ് മൃണാളിനി സാരാഭായി നൃത്തഭൂഷൺ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. കലൈമണി RLV ഹേമന്ത് ലക്ഷ്മണനും നൃത്തത്തിൻ്റെ പേരിൽ മൃണാളിനി സാരാഭായി നൃത്തഭൂഷൺ നൽകി ആദരിക്കുന്നു. കലാനിധി വൈലോപ്പള്ളി ശ്രീധരമേനോൻ സ്മൃതി എവർഗ്രീൻ എക്സലൻസ് പുരസ്കാരം പ്രൊഫസർ അഡ്വക്കേറ്റ് രമാഭായി KJ, ഡോക്ടർ ശശികല പണിക്കർ, ഇന്ദിര ചന്ദ്രൻ, ചിത്രലേഖ ലീന കുലോത്ത്, സുമ ശ്രീ, ഡോക്ടർ സനൽ കൃഷ്ണൻ, പ്രീത S, കലാനിധി പ്രതിഭ അലി ഫാത്തിമ, ബേബി ധനശ്രീ അനിൽ എന്നിവർക്കാണ് എക്സലൻസ് എവർഗ്രീൻ പുരസ്കാരം. കലാനിധി ശ്രീധരമേനോൻ സ്മൃതി സാഹിത്യശ്രേഷ്ഠ പുരസ്കാരം എവർഗ്രീൻ എക്സലൻസ് പുരസ്കാരം അരുൺ കുമാർ R. കലാനിധി ഹൈന്ദവരത്ന പുരസ്കാരം പ്രകാശൻ GK, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ. കലാനിധി ലെനിൻ രാജേന്ദ്രൻ ക്ലിയർ വ്യൂ ഫോട്ടോഗ്രാഫി പുരസ്കാരം ജിതേഷ് C. ആദിത്യ. കലാനിധി എവർഗ്രീൻ കർഷക ജ്യോതി പുരസ്കാരം ദിവാകരൻ കടിഞ്ഞിമൂല.
കലാനിധി പി ജയചന്ദ്രൻ സ്മൃതി എവർഗ്രീൻ എക്സലൻസ് പുരസ്കാരം ഭുവനേശ്വരി എം. കലാനിധി ബാലഭാസ്കർ സ്മൃതി സംഗീത ശ്രേഷ്ഠ പുരസ്കാരം വിഷ്ണു ഭുവനേശ്വർ എന്നിവർക്കാണ് അവാർഡ് നൽകി ആദരിക്കുന്നത്. മാധ്യമരംഗത്തെ മികച്ച സംഭാവനകൾക്ക് മാധ്യമ പുരസ്കാരം രഞ്ജിത്ത് ബാലൻ, സെക്രട്ടറി, തൃശൂർ പ്രസ് ക്ലബ്. ലിജിത് തരകൻ, മാധ്യമം പത്രം പ്രസ് ഫോറം. ആർ ജയകുമാർ, ഗുരുവായൂർ പ്രസ് ക്ലബ്ബ്. അഡ്വക്കേറ്റ് ചങ്കത്ത്, കോർഡിനേറ്റർ പൈതൃകം ഗുരുവായൂർ എന്നിവർക്കാണ് മാധ്യമ പുരസ്കാരം നൽകി അനുമോദിക്കുന്നത്. കൃഷ്ണാർപ്പിതം എന്ന വീഡിയോ CD ആൽബത്തിന്റെ ലോഗോ പ്രദർശനം വേദിയിൽ പ്രഭാവർമ്മ സാർ നിർവഹിക്കുന്നതാണ്. സംഗീതം സനീഷ് ആച്ചർ, രചന സനീഷ് ആച്ചർ, സംഗീതം കാഞ്ഞങ്ങാട് രാമേന്ദ്ര സ, കലാനിധി രക്ഷാധികാരി, ഗായകൻ അനൂപ് ശങ്കർ, സിനിമാ പിന്നണി ഗായകൻ എന്നിവരാണ് ആൽബത്തിലെ പ്രവർത്തകർ. നിർമ്മാണം കലാനിധി ക്രിയേഷൻസ്. അതിൻ്റെ ലോഗോ പ്രകാശനവും വേദിയിൽ നിർവഹിക്കുന്നതാണ്. കലാനിധിയുടെ സ്ഥാപകനും മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ മുൻ കാരണവരുമായിരുന്ന യശസ്വിനായ ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരിയുടെ മകനായ പ്രൊഫസർ മുഴിക്കുളം വി ചന്ദ്രശേഖർ പിള്ളയുടെ അനശ്വര സ്മരണകൾക്ക് മുന്നിൽ കലാനിധി ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന അക്ഷര പ്രണാമം. ചന്ദ്രകാന്തം എന്ന 50-ലധികം കലാനിധിയുടെ അംഗങ്ങൾ എഴുതിയ കവിതയുടെ പ്രകാശന കർമ്മവും വേദിയിൽ നടക്കുന്നതാണ്. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗുരുവായൂർ UPSലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം നൽകുന്ന ചടങ്ങും SLC +2 മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങും വേദിയിൽ നിർവഹിക്കുന്നതാണ്. കലാനിധിയുടെ പ്രവർത്തനം 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന കലാനിധി യുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് മാധ്യമ സുഹൃത്തുക്കളാണ്. ഇനിയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിനായി ഗിരിജ ടീച്ചറിനെ ക്ഷണിക്കുന്നു. കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ പേരിൽ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാരതത്തിലെ കലാ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കലാനിധി കലാ സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കുന്നതിനായി 23 ദേശീയ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സംഗീതം, നൃത്തം, നാടകം, സാഹിത്യം, സിനിമ, മാധ്യമപ്രവർത്തനം, സാമൂഹ്യ സാംസ്കാരിക സേവനം തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെയാണ് ഈ പുരസ്കാരങ്ങളിലൂടെ ആദരിക്കുന്നത്. ഇതോടൊപ്പം കലാരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ സംഘടനകൾക്കും അധ്യാപകർക്കും യുവപ്രതിഭകർക്കും പ്രത്യേക അംഗീകാരങ്ങളും നൽകുന്നുണ്ട്. കലാകാരന്മാർക്ക് പ്രോത്സാഹനവും പുതിയ തലമുറയ്ക്ക് പ്രചോദനവും നൽകുക എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുന്നതിനും കലയുടെ മൂല്യങ്ങൾ സമൂഹത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമായി കലാനിധി നിരന്തരം പ്രവർത്തിച്ചു വരികയാണ്. ഈ പുരസ്കാരങ്ങൾ അതിന്റെ ഭാഗമായുള്ള ഒരു വിനീത ശ്രമമാണ്. ഈ മഹത്തായ സംരംഭം പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും സഹകരിക്കും എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സനീഷ് അച്ചത്ത് നന്ദി അറിയിക്കും. എല്ലാവർക്കും നമസ്കാരം. കലാനിധിയുടെ 30ാം വാർഷികാഘോഷം ജൂലൈ 11, 12 ദിവസങ്ങളിൽ ഗുരുവായൂരിൽ വെച്ച് നടക്കുകയാണ്. ഈ പരിപാടി എല്ലാ മാധ്യമപ്രവർത്തകരും സമ്പൂർണ്ണ വിജയമാക്കി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം
ഇവിടെ വന്നിട്ടുള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും കലാനിധിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.